ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അതിൻ്റെ കുറച്ച് പ്രോബ്ലം ചെയ്യാണ്ട് ലോഗരിതം ഉപയോഗിച്ച് രണ്ട് സൈഡ് ലോഗ് ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് dy by dx ഇഫ് cos x raised to y is equal to sin y raised to x. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. cos x raised to y is equal to sin y raised to x. നമ്മൾ ചെയ്യുന്ന രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ലോഗ് cos x raised to y is equal to log sin y raised to x. Taking logarithm on both sides. ആ പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ y ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് y ഇൻറ്റു ലോഗ് cos x സീക്വൽ ഇവിടെ x ഇൻറ്റു ലോഗ് sin y ലോഗ് sin y. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേഷൻ നടത്തുക. ഇവിടെ പ്രോഡക്റ്റുകളാണ്. ഇവിടെ y ഇൻറ്റു ലോഗ് cos x, ഇവിടെ x ഇൻറ്റു ലോഗ് sin y. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ പ്രോഡക്റ്റോടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തത് ഇൻറ്റു ഇവിടെ y ഇൻറ്റു രണ്ടാമത്തേന് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലോഗ് cos എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ലോഗ് cos എക്സിൻ്റെ 1/cos x ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് കൂടി ഉണ്ടാവും. കോസിൻ്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ലോഗ് cos x ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx. ഇവിടെ എത്തിയിട്ടുള്ള ഈ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് ലോഗ് sin y. ലോഗ് എക്സിൻ്റെ 1/x. ലോഗ് sin yൻ്റെ ആദ്യം നമ്മൾ 1/sin y ചെയ്തു. ഇനി sin yൻ്റെ ഡെറിവേറ്റീവും കൂടി വേണം. sin yൻ്റെ ഡെറിവേറ്റീവ് cos y പോരാ, y ആയതുകൊണ്ട് dy/dx കൂടി വേണം പ്ലസ് ഒന്നാമത്തേൻ്റെ രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇനി രണ്ടാമത്തത് ഇൻറ്റു ലോഗ് sin y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ cos x raised to y is equal to sin y raised to x. Taking logarithm on both sides, log cos x raised to y is equal to log sin y raised to x. അത് പ്രശ്നം, രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ഈ y ഇങ്ങോട്ട് ഇറങ്ങുക ഒക്കെ നമുക്കറിയാം. y ഇൻറ്റു നേരെ ലോഗ് cos x ഈക്വൽ ടു എക്സ് ഇൻറ്റു പിന്നെ നേരെ ലോഗ് sin y. അപ്പോൾ ഇവിടെ പറയാൻ പ്രശ്നമൊന്നുമില്ല. ഇനി ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഇവിടെയും പ്രോഡക്റ്റുകൾ രണ്ട് സൈഡിലും പ്രോഡക്റ്റുകൾ കാണും. പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഒന്നാമത്തെ y ഇൻറ്റു രണ്ടാമത്തെ ഈ ലോഗ് cos എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ 1/x. ഇപ്പോൾ ലോഗ് cos എക്സിൻ്റെ 1/cos x പോരാ, കോസിൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം -sin x. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ പ്ലസ് തിരിച്ച് ലോഗ് cos x ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx. വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ അത് ഒരു സൈഡിലെ ഡെറിവേഷൻ പിന്നെ പ്രോഡക്റ്റുകൾ കഴിഞ്ഞു ഈക്വൽ ടു ഇനി ഇവിടെ അങ്ങോട്ടുള്ളത് ഇത് അവിടെയും ഇത് ഒന്നാമത്തത് ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് sin yൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ 1/x. ഇപ്പോൾ ലോഗ് sin yൻ്റെ 1/sin y നമ്മൾ ആദ്യം ചെയ്തു. 1/sin y പോരാ, sin yൻ്റെ ഡെറിവേറ്റീവ് കൂടി കാണും. sin yൻ്റെ ഡെറിവേറ്റീവ് cos y, sin എക്സിൻ്റെ cos x. അപ്പോൾ sin yൻ്റെ cos y പോരാ, cos y ആയതുകൊണ്ട് ഇൻറ്റു dy/dx കൂടി ഉണ്ടാവും. cos y ഇൻറ്റു dy/dx. അപ്പോൾ ഒന്നാമത്തേന് രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ലോഗ് sin y ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇതിന് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിലും പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്ത് dy/dx ഉള്ള ടേം ഒന്നിവിടെയുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് y sin by cosനെ വേണമെങ്കിൽ -tan x എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. -y tan x എന്നൊക്കെ എഴുതാം പ്ലസ് ലോഗ് cos x dy/dx ഈക്വൽ ടു എക്സ് കോട്ട് വൈ. cos by sin x കോട്ട് വൈ എന്നൊക്കെ ഏതാണ്? എക്സ് കോട്ട് വൈ
ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് സൈൻ വൈ. ഒന്നില്ല, ഇവിടെ കോസ് വൈ ബൈ സൈൻ വൈന് കോട്ട് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൈൻ ബൈ കോസിന് ടാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മൈനസ് ഉണ്ട്, മൈനസ് ടാൻ എക്സ്. ഒരു വൈ ഉണ്ട്, മൈനസ് ബൈ ടാൻ എക്സ്. ഡി വൈ ബൈ ഡി എക്സിലൊക്കെ ഇവിടെ നിർത്തുക. ലോഗ് കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ഈ ടൈമിന് അങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് അങ്ങോട്ട് കൊണ്ടുപോകാം. ലോഗ് സൈൻ വൈനെ അവിടെ നിർത്തുക. ഈ മൈനസ് വൈ ടാൻ എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം, പ്ലസ് വൈ ടാൻ എക്സ്. എന്താ ചെയ്ത് ഡി വൈ ബൈ ഡി എക്സിലുള്ള രണ്ട് ടേം ഉണ്ട്. ഈ സൈഡിലുള്ളതിനെ ഇവിടെ നിർത്താം, ആ സൈഡിലെ ഡി വൈ ബൈ ഡി എക്സ് ടേമിന് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ സൈഡിൽ ലോഗ് കോസ് എക്സിന് ഡി വൈ ബൈ ഡി എക്സ്, ആ സൈഡിലെ എക്സ് കോട്ട് വൈ അങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഈക്വൽ ആ സൈഡിൽ ലോഗ് സൈൻ വൈനാണ് നിർത്തിയിട്ട് ഇവിടെയുള്ള മൈനസ് വൈ ടാൻ എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം, പ്ലസ് വൈ ടാൻ എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ എന്താ വരിക? ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ. ഇത് എങ്ങനെ തന്നെ ഇത് ലോഗ് സൈൻ വൈ പ്ലസ് വൈ ടാൻ എക്സ്. പിന്നെ ഒറ്റ സ്റ്റെപ്പ് കൂടിയല്ലോ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ലോഗ് സൈൻ വൈ പ്ലസ് വൈ ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ. ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ ലോഗ് സൈൻ വൈ പ്ലസ് വൈ ടാൻ എക്സ് ഡിവൈഡ് ബൈ ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൽ രണ്ട് ടേം ഉണ്ട്, രണ്ടിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കിട്ടി. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്ത പിന്നെ അടുത്ത സ്റ്റെപ്പ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ആ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ബൈ ഇതിൻ്റെ കൂടുതൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. നമുക്കറിയാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ലോഗ് സൈൻ വൈ പ്ലസ് വൈ ടാൻ എക്സ് ഡിവൈഡ് ബൈ ലോഗ് കോസ് എക്സ് മൈനസ് എക്സ് കോട്ട് വൈ. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇഫ് എക്സ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. Show that dy by dx is equal to log x divided by 1 plus log x whole square. Question x raised to y is equal to e raised to x minus y ആണ്. അപ്പോൾ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും. കാരണം മോള് ഫംഗ്ഷൻ വന്നാൽ പിന്നെ എന്താ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ y ഉണ്ടല്ലോ, ഇവിടെ എക്സ് മൈനസ് വൈ കൊണ്ടില്ല. അപ്പോൾ ലോഗ് എടുക്കാം. ലോഗ് എക്സ് റേസ്ഡ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഇ റേസ്ഡ് എക്സ് മൈനസ് വൈ. ഈ വൈയും കൊണ്ട് ഇറങ്ങിയുമ്പോൾ വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ഇ. ലോഗ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സ് മൈനസ് വൈ കൊണ്ട് ഇറങ്ങും, എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ഇ. ഇവിടെ വൈ കൊണ്ട് ഇറങ്ങിയ വൈ ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് ഇ 1 ആയതുകൊണ്ട് ഇപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു 1 ആവും. എക്സ് മൈനസ് വൈ ഇൻറ്റു 1 ലോഗ് ഇ എന്ന് പറഞ്ഞിട്ട് ഇ ടു ദ ബേസ് ഇ എന്നാണ്, 1 ആണ്. നമുക്ക് കിട്ടിയതാണ് y log x is equal to x minus y. x minus y എന്ന് പറയുന്നത് x minus y. അപ്പോൾ x is equal to y അങ്ങോട്ട് കൊണ്ടുവന്നാൽ വരാം. x is equal to y plus y log x ഉണ്ടാവും. ഈ y അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ x is അല്ലെങ്കിൽ y log x plus y is equal to y log x plus y is equal to x, അല്ലെങ്കിൽ x is equal to y log x plus y, അല്ലെങ്കിൽ x is equal to y into
log x plus 1 log x plus 1 അല്ലെങ്കിൽ x is equal to അല്ല അതപ്പോൾ y is equal to x by log x plus 1 x by log x plus 1 അല്ലെങ്കിൽ y is equal to x by 1 plus log x. ഒന്നുകൂടെ പറയാം. രണ്ട് സൈഡിൽ ലോഗ് എടുക്കാം. ഇപ്പോൾ ലോഗ് എക്സ് റേസ് ടു വൈ സിഗൽ ലോഗ് ഈ റേസ് ടു എക്സ് മൈനസ് വൈ ഇട്ട് ഇവിടെയും ലോഗ് എടുക്കാം, ഇവിടെയും ലോഗ് എടുക്കാം. വൈ ഇങ്ങോട്ട് ഇറങ്ങും വൈ ഇൻറ്റു ലോഗ് എക്സ്, എക്സ് മൈനസ് വൈ ഇങ്ങോട്ട് ഇറങ്ങിയാൽ എക്സ് മൈനസ് വൈ ലോഗ് ഇ, ലോഗ് ഇ 1 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു 1, എക്സ് മൈനസ് വൈ ഇൻറ്റു 1 എക്സ് മൈനസ് വൈ, വൈ ലോഗ് എക്സ് ഇക്കട്ട് എക്സ് മൈനസ് വൈ. ഇവിടെ വരെ ക്ലിയർ ആണ്. ലോഗ് എടുക്കുക, വൈ ഇങ്ങോട്ട് ഇറങ്ങി വൈ ലോഗ് എക്സ്, എക്സ് മൈനസ് വൈ ഇങ്ങോട്ട് ഇറങ്ങി എക്സ് മൈനസ് വൈ ലോഗ് ഇ എഴുതി, പിന്നെ എക്സ് മൈനസ് വൈ ലോഗ് ഇ 1 അപ്പോൾ ഇൻറ്റു 1, ഇപ്പോൾ എക്സ് മൈനസ് ഇവിടെ പ്രശ്നമൊന്നുമില്ല. വൈ ലോഗ് എക്സ് സീക്കലു എക്സ് മൈനസ് വൈ കിട്ടി. വൈ ലോഗ് എക്സ് സീക്കലു y log x is equal to x minus y. y log x plus y is equal to x. y അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ x is equal to y log x plus y. x is equal to y log x plus y. വേണമെങ്കിൽ y പുറത്തെടുക്കാം. അപ്പോൾ x is equal to y പുറത്തെടുത്താൽ log x plus 1. അല്ലെങ്കിൽ x is equal to y into 1 plus log x. Therefore x is equal to y is equal to y ആണ് വേണ്ടി. അപ്പോൾ y is equal to x divided by 1 plus log x. എന്നൊരു കേസ് നമുക്ക് ആദ്യം കിട്ടും. y is equal to x by 1 plus log x എന്നൊരു കേസ് നമുക്ക് കിട്ടും. y log x equal x minus y, y അങ്ങോട്ട് കൊണ്ടുവന്നാൽ y log x plus y is equal to x. അതിൽ x is equal to y log x plus y എന്ന് എഴുതാം. ഇവിടെയും y ഇവിടെയും y പുറത്തെടുക്കുക. y പുറത്തെടുത്താൽ log x plus 1 ആയി. log x plus 1 എന്ന് പറഞ്ഞാൽ 1 plus log x എന്നും പറയാം. അപ്പോൾ x is equal to y into 1 plus log x. അപ്പോൾ y is equal to എന്താ വരാൻ നേരം x by 1 plus log x. ഇനി നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്താൻ പോകാം. dy by dx കാണാൻ പോവാണ്. അപ്പോൾ dy by dx കാണുന്നതോടെ നമ്മൾ ആൻസർ കിട്ടുകയും ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ശ്രദ്ധിക്കട്ടെ. രണ്ട് സൈഡിൽ ലോഗ് എടുത്ത് ലോഗ് ഈ 1 ആയി, അപ്പോൾ ഇൻറ്റു എക്സ് മൈനസ് വൈ ആയി, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്ന് y പുറത്തെടുത്ത് എന്നിട്ട് y is equal to x by 1 plus log x കൊണ്ടുപോകും. പിന്നെ dy by dx is equal to കോഷ്യൻ്റോട് എടുക്കണം. അവിടെ കോഷ്യൻ്റോടാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇസ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു അടിയിൽ 1 പ്ലസ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1ൻ്റെ 0 ആണ്, ലോഗ് എക്സിന് 1 by x ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ക്വസ്റ്റ്യനുള്ള അങ്ങനെയാണ്. അപ്പോൾ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു മുകളിലത്തേന് ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് മുകളിലത്തെ ഇൻറ്റു എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ 0 ആണ്, ലോഗ് എക്സിൻ്റെ 1 by x ആണ്. 1ൻ്റെ 0 ആണ്, ലോഗ് എക്സിൻ്റെ 1 by x. അപ്പോൾ അവിടെ x ഇൻറ്റു 1 by x എന്നാണ് വരിക. 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 by x അല്ലേ. ഇത് 1 by x, എക്സ് ഇൻറ്റു 0 പ്ലസ് 1 by x 1 by x, അത് 1 ആവുക ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 1, ഇത് എക്സും എക്സും വെട്ടിയ 1 ആയി. 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഈ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയിപ്പോൾ പിന്നെ എന്താ പറയുക ലോഗ് എക്സ് പ്രൂവ് ചെയ്യേണ്ടത് ലോഗ് എക്സ് അതിനെ കണ്ട് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. അതിനാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലോഗ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഇപ്പോൾ ക്വസ്റ്റ്യനോട് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് മുകളിലത്തെ ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1 by x ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ ഹോൾ സ്ക്വയർ 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. 1 പ്ലസ് ലോഗ് എക്സിൻ്റെ 1 1 പ്ലസ് ലോഗ് എക്സിൻ്റെ മൈനസ് എക്സ് ഇൻറ്റു 0 പ്ലസ് 1 by x 1 by x. അപ്പോൾ എക്സിൻ്റെ 1 by x എന്ന് വരിക. എക്സിൻ്റെ 1 by x എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സും എക്സും വെട്ടിയ 1 ആയി. 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 1 എന്നാണ് മുകളിൽ വരുന്നത്. അപ്പോൾ 1 മൈനസ് 1 വെട്ടിയാൽ പിന്നെ ലോഗ് എക്സ് മുകളിൽ
log x divided by 1 plus log x whole square. പരമാവധി എഴുതി പഠിക്കാം. ഒരു ക്വസ്റ്റിനോട് നമ്മൾ ചെയ്യുന്നത് ഇത് ലോഗരിതം ഡിഫറൻഷ്യേഷനിൽ ഒരു ക്വസ്റ്റിനോട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പാരാമെട്രിക് ഫോമിലുള്ള ഡെറിവേറ്റീവ് കാണുന്ന സെക്ഷനാണ് അടുത്ത് വരാൻ പോകുന്നത്. പാരാമെട്രിക്സ് ടൈപ്പിൽ ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, ഹയർ ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് തിയറാണ്, മീൻ വാല്യൂ തിയറും റോൾസ് തിയറും. റോൾസ് തിയറും മീൻ വാല്യൂ തിയറും, അത് രണ്ടിൽ ഏതൊരു തിയറത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവിൻ്റെ അകത്തുനിന്ന് പ്രോബ്ലം ഉണ്ടാവും. പാരാമെട്രിക്കിൻ്റെ അകത്ത് പ്രോബ്ലം ഉണ്ടാവും. ഷുവറാണ്. പാരാമെട്രിക്കിൻ്റെ അകത്ത് ലോഗരിതത്തിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഷുവറാണ്. പാരാമെട്രിക്കിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇനി വരാൻ പോകുന്നത് അതാണ് അടുത്ത ഷുവറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ആണ്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഒക്കെ ഉള്ള ഡെറിവേറ്റീവ് ആണ്. അതേ ക്വസ്റ്റ്യൻ ഷുവറാണ്. പിന്നെ വരുന്നതാണ് റോൾസ് തിയറം അല്ലെങ്കിൽ മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം രണ്ട് തിയറത്തിലൊരു തിയറത്തിൻ്റെ അതിലുള്ള പ്രോബ്ലം വരും. അതോടുകൂടി ഈ ഡെറിവേറ്റീവ് എന്ന പാഠം കഴിയും. അപ്പോൾ ഇനി വരാൻ പോകുന്നത് പാരാമെട്രിക് ഡെറിവേറ്റീവ്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. ഹയർ ഓർഡർ സെക്കൻഡ് ഓർഡറോ തേർഡ് ഓർഡറോ. ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നുകൂടി കണ്ടാൽ ചെയ്യുന്നതാണ് സെക്കൻഡ് ഓർഡർ, ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ആ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഒന്നുകൂടി ചെയ്യുമ്പോഴാണ് ഡി ക്യൂ വൈ ബൈ ഡി വൈ ക്യൂ, തേർഡ് ഓർഡറോ. അങ്ങനെ ഡെറിവേറ്റീവിന് പിന്നെയും ഡെറിവേറ്റീവ് ആണ്, അതിൻ്റെ തന്നെ ഡെറിവേറ്റീവ്, അതാണ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. രണ്ട് സെക്ഷനായി. പിന്നെ റോൾസ് തിയറം, ഒരു മീൻ വാല്യൂ തിയറം. അപ്പോൾ അതുകൊണ്ട് നോട്ടുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. ഡിഫറൻസിയേഷൻ നോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് കാൽക്കുലസ്. നമുക്കറിയാലോ, അത് പറഞ്ഞാൽ സൂചിപ്പിച്ചാണ്. അതിൻ്റെ ഒരു ബേസിക്കായ കാര്യങ്ങളാണ് ഡെറിവേറ്റീവിൽ വരുന്നത്. ഡെറിവേറ്റീവിൽ തന്നെ നമ്മളെ പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ബേസിലുള്ള പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ അകത്തുള്ള റിസൾട്ട് വരുന്നുണ്ട്, ട്രിഗണോമെട്രീൻ്റെ അകത്തുള്ള റിസൾട്ട് വരുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഡിഫറൻസിയേഷൻ പോകുന്നത് തന്നെ. പിന്നെ ഡെറിവേറ്റീവ് കാണാൻ നമുക്കറിയാം, ഡെറിവേറ്റീവിൻ്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അറിയാം, പിന്നെ ഇംപ്ലിസിറ്റ് അറിയാം. അതിനുശേഷം നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ബേസിലുള്ള പ്രോബ്ലം, പിന്നെ നമ്മൾ ലോഗരിതം ബേസിൽ ചെയ്ത് ഇനി പാരാമെട്രിക്കും ചെയ്യും. അതോടുകൂടി എല്ലാ ടൈപ്പ് ആവും. പിന്നെ അതിൻ്റെ ഹയർ ഓർഡറും കഴിഞ്ഞാൽ റോൾസ് തിയറവും മീൻ വാല്യൂ തിയറവും. ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ കഴിയുക. വലിയ നല്ലൊരു സെക്ഷനാണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ബേസിക്കായ കാര്യങ്ങളായതുകൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ എടുത്താലും എടുത്തില്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ചിലപ്പോൾ ഈ പാഠത്തോടു കൂടി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നോക്കുക ഏതായാലും. പിന്നെ ഇൻ്റഗ്രേഷൻ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഈ ബേസിക് ശരിക്ക് എഴുതി പഠിക്കും. 10 ലക്ഷം തന്നെ എഴുതി പഠിച്ച് ക്ലിയർ ആക്കിയാൽ വെച്ചാൽ, ഫോമുലയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ വെച്ചാൽ നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ എളുപ്പമായി കിട്ടും. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം കൂടി മാത്രമേ ചെയ്യുള്ളൂ. വലിയൊരു ക്വസ്റ്റ്യനാണ്, ശരിക്കും നോക്കുക. വരുന്ന ക്വസ്റ്റ്യനാണ്, ടെസ്റ്റിലുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് dy by dx. Find dy by dx if y raised to x plus x raised to y plus x raised to x equal to a raised to b. a raised to b എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. എയും ബി ഒക്കെ കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയും. a raised to b is a constant. a raised to b is a constant ആണ്. അത് തന്നില്ലെങ്കിൽ എക്സും വൈയും ഒക്കെ മാത്രമേ വേരിയബിൾ ഉണ്ടാവും. ഇതിൽ നമ്മൾ യു എന്ന് എടുക്കണം, വി എന്ന് എടുക്കാം, ഇത് ഡബ്ല്യു എന്ന് എടുക്കാം. യു എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു എക്സ് എന്ന് എടുക്കാം, വി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൈ എന്ന് എടുക്കാം, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ എ റേസ് ടു ബി എന്നാവും. യു വി ഡബ്ല്യു, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ എ റേസ് ടു ബി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ 0 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വരും. ഇക്വേഷൻ പറയാം, റേസ് ബി എന്നാൽ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. ഇതാണ് നമ്മൾ ആദ്യം കിട്ടുന്ന ഇക്വേഷനാണ്. ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ 0. ഇനി നമ്മൾ ഡി യു ബൈ ഡി എക്സ് നമ്മൾ സാധാരണ പോലെ കാണും, ലോഗരിതം ബേസ് കാണും. ഡി വി ബൈ ഡി എക്സ് ലോഗരിതം ബേസ് കാണും.
dw/dx ലോഗത് ബേസ് കാണാം. അത് കാണാൻ നമുക്കറിയാം. ആ 3 കൂടി പ്ലസ് ചെയ്ത് അടച്ചാൽ ആൻസറായി. ഈ 3 ആൻസറും കൂടി പ്ലസ് സൈഡ് വെക്കുക. അതിന് ശേഷം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ dy/dx കിട്ടും. ഏതെങ്കിലും ഇതിലൊക്കെ dy/dx ഉണ്ടെങ്കിൽ ടേം ഉണ്ടെങ്കിൽ ആ dy/dx ടേമിനെ കൂടി സൈഡിൽ കൊണ്ടുവന്ന് പുറത്തെടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റിൽ വർക്കൗട്ട് ആയിരിക്കും ചിലപ്പോൾ. റിപ്പീറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് dy/dx if y/x plus x/y plus x/x ഈക്വൽ a/b. 3 എണ്ണം ഇവിടെ വന്നത് മാത്രം. അപ്പോൾ അങ്ങനെ 3 എണ്ണം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ u എന്ന് എടുക്കുക. uv/w, ഇത് u, ഇത് v, ഇത് w എന്ന് എടുക്കുക. u(y/x), v(x/y), w(x/x). പണിയില്ല. ഇതിന് u, ഇത് v, w. നമുക്ക് ആർക്കും അങ്ങനെ നോക്കി അങ്ങ് എഴുതിച്ചാൽ മതി. അങ്ങനെ ഇത് u, ഇത് v, w, u plus v plus w ഈക്വൽ a/b എന്നാവും. u plus v plus w ഈക്വൽ a/b. ഇനി ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് du/dx, വിൻ്റെ dv/dx, wൻ്റെ dw/dx ഈക്വൽ a/b കോൺസ്റ്റൻ്റ് ആണ് 0. ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 നമ്മളവിടെ എഴുതിയാൽ എടുക്കും. ഇക്വേഷൻ നമ്പർ 1 എന്നോട് മാറ്റി സൈഡിൽ എഴുതിയേക്കാണ്. du/dx dv/dx dw/dx ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ 1 അത് നോക്കട്ടെ. ഇത് തന്നെ ഇനി എന്താ u എന്ന് പറഞ്ഞാൽ എന്താ? y/x, v എന്ന് പറഞ്ഞാൽ x/y, w എന്ന് പറഞ്ഞാൽ x/x, u y/x, v x/y, w x/x. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കാണാം, പ്ലസ് ചെയ്ത് നോക്കുക. 3 ഡെറിവേറ്റീവ് കാണാം. ഓരോന്നോരോന്ന് നോക്കാം. ദാറ്റ് u is equal to y/x, u is equal to y/x. ലോഗിൻ്റെ എടുക്കുമ്പോൾ log u is equal to log y/x. ഇപ്പോൾ log u is equal to x log y, അങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 1/u ഇൻറ്റു du/dx is equal to ഒരു പ്രോഡക്റ്റ് കൊടുക്കും. ഒന്നാമത്തത് log y log x-ൻ്റെ 1/y, log y-ൻ്റെ 1/y ഇൻറ്റു dy/dx പ്ലസ് log y ഇൻറ്റു 1, x-ൻ്റെ ഡെറിവേറ്റീവ് 1. u ഇൻറ്റു du/dx x ഇൻറ്റു 1/y ഇൻറ്റു dy/dx പ്ലസ് log y ഇൻറ്റു 1. ഇനി du/dx is equal to u ഇൻറ്റു നമ്മൾ ക്രോസ് ചെയ്യാൻ നമുക്കറിയാം. u ഇൻറ്റു x/y dy/dx പ്ലസ് log y അങ്ങനെ ഉണ്ടാവും. u എന്ന് പറഞ്ഞാൽ എന്താ? u എന്ന് പറഞ്ഞാൽ y/x. അപ്പം y/x ഇൻറ്റു ബ്രേക്കറ്റിനകത്ത് ഒരു x/y, പിന്നെ ഒരു dy/dx, പിന്നെ ഒരു log y. 3 ആണ് du/dx. du/dxൻ്റെ ആൻസറാണ് അപ്പോൾ ഇത് y/x ബ്രേക്കറ്റിനകത്ത് x/y ഇൻറ്റു dy/dx പ്ലസ് log y. അങ്ങനെ ഇത് നമുക്ക് കിട്ടി യുവിൻ്റെ ആണ്. ഇനി v എന്ന് പറഞ്ഞാൽ എന്താ? x/y. log v is equal to log x/y. അപ്പോൾ log v is equal to y ഇൻറ്റു log x, y കൂടെ ഇറങ്ങും. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 1/v ഇൻറ്റു dv/dx is equal to y ഒന്നാമത്തെ ഇൻറ്റു log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് log x ഇൻറ്റു y-ൻ്റെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ dv/dx is equal to v മോൾ പോകുമല്ലോ, v ഇൻറ്റു y/x പ്ലസ് log x ഇൻറ്റു dy/dx. അപ്പോൾ dv/dx is equal to v എന്ന് പറഞ്ഞാൽ x/y ഇൻറ്റു അല്ലേ x/y ഇൻറ്റു y/x പ്ലസ് log x dy/dx.
ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. എന്തൊക്കെയെന്ന് അറിയാം, ഡി യു ബൈ ഡി എക്സും കിട്ടി, ഡി വി ബൈ ഡി എക്സും കിട്ടി. ഇനി ഇതേപോലെ ഡി ഡബ്ല്യു ബൈ ഡി എക്സും കൂടി കിട്ടണം. ഡി ഡബ്ല്യു ബൈ ഡി എക്സും കിട്ടി. ഈ മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി യു ബൈ ഡി എക്സിന് സ്ഥാനത്ത് ഇത് കൊടുക്കണം, ഡി വി ബൈ ഡി എക്സിന് സ്ഥാനത്ത് ഇത് കൊടുക്കണം, ഡി ഡബ്ല്യു ബൈ ഡി എക്സിന് സ്ഥാനത്ത് നമ്മൾ എഴുതാൻ പോകുന്നതാണ് അത് കൊടുക്കണം. മൂന്നും കൊടുത്ത് ഈക്വൽ 0 എന്ന് എഴുതാം. നോടി മൂന്നാമത്തെ കൂടെ നമുക്ക് പറയാം, സ്ഥലമില്ലാത്തതുകൊണ്ട് മായച്ചതിന് ശേഷം എഴുതാം. യു വൈ റേസ്റ്റ് എക്സ്, ലോഗ് യു ലോഗ് വൈ റേസ്റ്റ് എക്സ്, എക്സ് ലോഗ് വൈ, എക്സ് ഇറങ്ങി എക്സ് ലോഗ് വൈ. ഇനി സാധാരണ പോലെ ഡിഫറൻസിയേഷൻ വരുമ്പോൾ 1/u ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഈക്വൽ എക്സിൻ്റെ ലോഗ് വൈൻ്റെ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. പിന്നെ ലോഗ് വൈൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. പിന്നെ ഡി യു ബൈ ഡി എക്സ് ഈ വൈ മോളെത്തും. നമുക്കറിയാം യു ഇൻറ്റു ഇത് ഫുൾ എഴുതാം, പിന്നെ യുവിൻ്റെ സ്ഥാനത്ത് വൈ റേസ്റ്റ് എക്സ് എന്ന് എഴുതാം. ഇപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ വൈ റേസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ. അതേപോലെ വി ഈക്വൽ എക്സ് റേസ്റ്റ് വൈ, ലോഗ് വി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് റേസ്റ്റ് വൈ, വൈ ഇങ്ങോട്ട് ഇറങ്ങും വൈ ലോഗ് എക്സ് എന്നായി. ഡെറിവേറ്റീവ് കാണുമ്പോൾ ലോഗ് വിൻ്റെ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ഇവിടെ പ്രോഡക്റ്റ് എടുക്കും വൈ ഇൻറ്റു ലോഗ് എക്സിൻ്റെ 1/x പ്ലസ് പിന്നെ ലോഗ് എക്സ് ഇൻറ്റു ഒന്നാമത്തെ വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പം വൈ ബൈ എക്സ് ഈ ഡി വി ബൈ ഡി എക്സ് വി കൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യുക, വി മുകളിലെത്തും വി ഇൻറ്റു ഇത് ഫുൾ ചെയ്യുക, വി ഇൻറ്റു ഇത് വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, വി ഇൻറ്റു എന്നിട്ട് വിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ്റ്റ് വൈ എഴുതിയാൽ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ എക്സ് റേസ്റ്റ് വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് ഒന്നുകൂടി കാണേണ്ടതുണ്ട്, ഏത് ഡബ്ല്യുവിൻ്റെ കൂടി കിട്ടാനുണ്ട്. ഡി യു ബൈ ഡി എക്സ് ആയി, ഡി വി ബൈ ഡി എക്സ് ആയി, ഇനി ഡി ഡബ്ല്യു ബൈ ഡി എക്സും കൂടി കിട്ടാനുണ്ട് ഇവിടെ. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് എക്സ്, ലോഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ്റ്റ് എക്സ്, ലോഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഇനി ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റോട് എക്സ് ഇൻറ്റു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എക്സ്. അപ്പോൾ ഈ എക്സ് എക്സും വെട്ടിയ 1 പ്ലസ് ലോഗ് എക്സ് എന്നാവും അല്ലേ, 1 പ്ലസ് ലോഗ് എക്സ് 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്, w ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ്, എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ എക്സ് റേസ് ടു എക്സിന് 1 പ്ലസ് ലോഗ് എക്സ്. ഞാൻ ഒന്നുകൂടി പറയാം, ഡബ്ല്യു ഈക്വൽ എക്സ് റേസ് ടു എക്സ്, ലോഗ് ഡബ്ല്യു ഈക്വൽ ലോഗ് എക്സ് റേസ് ടു എക്സ്. ഇപ്പോൾ എക്സും കൂടെ ഇറങ്ങിയിട്ട് എക്സ് ലോഗ് എക്സ് എന്നായി. അങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ലോഗ് ഡബ്ല്യുവിൻ്റെ 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, പ്രോഡക്റ്റോടാണ് ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സും 1/xും വെട്ടിയ 1 പ്ലസ് ലോഗ് എക്സ്. പിന്നെ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഡബ്ല്യു ഇങ്ങോട്ട് എത്തും, ഡബ്ല്യു ഇൻറ്റു ഇവിടെ 1/യുടെ മുകളിലെത്തുമ്പോൾ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ്, അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. 3 കിട്ടി. ഇനി ഒന്നില്ല, ഈ 3 കൂടിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ഈ കിട്ടിയ 3 ആൻസറും കൂടി ഇതാണ് നമ്മൾ ആൻസർ കിട്ടിയത്. ഒന്ന് ഡി യു ബൈ ഡി എക്സ്, ഡി വി ബൈ ഡി എക്സ്, ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. നമുക്കറിയാം ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ 0 എന്നാണ്. ഇത് 3 കൂടി കൂട്ടിയത് 0 എന്നാണ്. നമുക്ക് എഴുതിയ ഇൻഡിക്കേഷൻ കുറവാണ്. അന്നേരം വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ ഇത് എഴുതി പ്ലസ് ഇനി ഇത് എക്സ് റേസ് ടു വൈ വൈ ബൈ എക്സ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇത് എന്നാൽ എക്സ് ഇതോട് കൂട്ടിയാൽ 0 ആയി. ഇതുകൊണ്ട് ഇത് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡി യു ബൈ ഡി എക്സ് സ്ഥാനത്ത് വില കൊടുത്ത് ഡി വി ബൈ ഡി എക്സിന് സ്ഥാനത്ത് ഈ വില അവിടെ കൊടുത്ത് ഡി ഡബ്ല്യു ബൈ ഡി എക്സിന് സ്ഥാനത്ത് ഈ വില അവിടെ കൊടുത്ത് വൈ റേസ് എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ
x raised to y into y by x plus log x dy by dx plus x raised to x 1 plus log x. ഇനിയിൽ കുറേ ഡി വൈ ബൈ ഡിക്സ് ഒക്കെ ഉണ്ടാവും. ആ ഡി വൈ ബൈ ഡിക്സ് ഉള്ള ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഡി വൈ ബൈ ഡിക്സ് പുറത്തെടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡിക്സ് ഉള്ള ടേം ഏതൊക്കെയാണ്? ഇവിടെ ഡി വൈ ബൈ ഡിക്സ് ടേം ഉണ്ട്. വേണമെങ്കിൽ ഫുള്ള് ബ്രാക്കറ്റിന് മാറ്റി തരാം. y raised to x into x by y into dy by dx y raised to x into log y plus x raised to y into y by x. അപ്പോൾ എക്സ് റേസ് ബൈ എക്സിനെ വൈ മൈനസ് വണ്ണൊക്കെ ചെയ്താൽ നടക്കട്ടെ. ഏതായാലും എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് ഈക്വൽ 0. ഡി വൈ ബൈ ഡി എക്സിൽ ഒരു ടേം ഇവിടെ ഉണ്ട്, ഒരു ടേം ഇവിടെ ഉണ്ട്. ആ രണ്ട് ടേമും അടുത്തടുത്ത് എഴുതിയിട്ട് ഡി വൈ ബൈ ഡി എക്സിന് പുറത്തെടുക്കുക. മറ്റുള്ള ടേമിനെ ഫുൾ അങ്ങോട്ട് കൊണ്ടുപോകാം. ബാക്കിയുള്ള എല്ലാ ടൈമിനെയും അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് വേണമെങ്കിൽ ഇവിടെ വൈ റേസ് ടു എക്സ് മൈനസ് വൺ എന്നൊക്കെ ചെയ്താൽ വേണമെങ്കിൽ വൈ റേസ് ടു എക്സ് മൈനസ് വൺ എന്നൊക്കെ എഴുതാം. മുകളിൽ വൈ അടിയിൽ വൈ ഒക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഈ ടേം കൂടെ അടുത്തടുത്ത് എഴുതാം. അപ്പോൾ വൈ റേസ് ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈ ടേം. ഇനി ഇവിടെ ടേമും പ്ലസ് എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു മൈനസ് വൈ റേസ് എക്സ് ലോഗ് വൈ മൈനസ് ഇത് എക്സ് റേസ് ടു വൈ മൈനസ് വൺ ചെയ്ത് എക്സ് റേസ് വൈ മൈനസ് വൺ ഇൻറ്റു വൈ ചെയ്താൽ കാരണം എക്സ് റേസ് വൈ അടിയിൽ എക്സ് ഉണ്ടല്ലോ. അപ്പോൾ എക്സ് റേസ് വൈ മൈനസ് വൺ ഇൻറ്റു വൈ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ മൈനസ് എക്സ് റേസ് എക്സ് എക്സ് റേസ് എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് ഈക്വൽ ചെയ്താൽ അപ്പുറം കൊണ്ടുപോയി. ഡി വൈ ബൈ ഡി എക്സിൽ രണ്ട് ടേം ഉണ്ട്. ഒന്ന് വൈ റേസ് എക്സ് മൈനസ് വൺ എക്സ് ഡി വൈ ബൈ ഡി എക്സ്, എക്സ് റേസ് ബൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. അത് രണ്ടും ഇവിടെ എഴുതി ഈ സൈഡിൽ നിർത്തിയിട്ട് ഡി വൈ ബൈ ഡി എക്സിന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കാം. വൈ റേസ് ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് സീക്കല്ലോ. ഇത് ഫുൾ ഇതാണ് മൈനസും പുറത്തെടുക്കുക. മൈനസും പുറത്തെടുത്ത് വൈ റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ മൈനസ് വൺ ഇൻറ്റു വൈ പ്ലസ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ്. ഒറ്റ സ്റ്റെപ്പ് ഡി വൈ ബൈ ഡി എക്സ് സീക്കല്ലോ. അത് ഫുള്ള് അങ്ങനെ ചെയ്താൽ ഫുള്ള് മൈനസ് ഓഫ് വൈ റേസ് ടു എക്സ് ലോഗ് എക്സ് plus x raised to y minus 1 into y plus x raised to x plus x raised to x log x divided by y raised to x minus 1 into x, y raised to x minus 1 into x, പിന്നെ x raised to y log x. മുകളിലൊരു x raised to x, പിന്നെ ഒരു എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ്, പിന്നെ ഒരു വൈ റേസ് ടു എക്സ്, പിന്നെ ഒരു വൈ എക്സ് റേസ് ടു മൈനസ് വൺ. ഇവിടെ ഒരു എക്സ് റേസ് ടു ലോഗ് എക്സ്, ഒരു എക്സ് റേസ് ടു എക്സ്, വൈ റേസ് ടു എക്സ്, വൈ എക്സ് റേസ് ടു വൈ മൈനസ് വൺ, വൈ റേസ് ടു എക്സ് ലോഗ് എക്സ്, ഇവിടെ
y റേസ് ടു എക്സ് ലോഗ് വൈ എന്നാണ് ഇവിടെ വരിക. ഇത് അങ്ങോട്ട് കൊണ്ടുപോകും y റേസ് ടു എക്സ് ലോഗ് വൈ എന്നാണ്. അതാണ് ഒരു എക്സും വൈ മാറിപ്പോയത്. അപ്പോൾ ഇവിടെ y റേസ് ടു എക്സ് ഇവിടെ ലോഗ് വൈ എന്നാണ് വരിക. ഇവിടെ y റേസ് ടു എക്സ് ലോഗ് വൈ എന്നാണ് വരിക. ഇപ്പോൾ ലാസ്റ്റ് ആൻസർ മൈനസിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് എക്സ് റേസ് ടു എക്സ്, മൈനസിൻ്റെ ഉള്ളിൽ പിന്നെ എക്സ് റേസ് ടു എക്സ് അവിടെ ഉണ്ട്, പിന്നെ ഒരു എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു വൈ എക്സ് റേസ് ടു മൈനസ് 1, വൈ എക്സ് റേസ് ടു വൈ മൈനസ് 1, വൈ എക്സ് റേസ് ടു വൈ മൈനസ് ഉണ്ട്, പിന്നെ y റേസ് ടു എക്സ് ലോഗ് വൈ, y റേസ് ടു എക്സ് ലോഗ് വൈ. ഡിനോമിനേറ്ററിൻ്റെ അടിയിൽ എക്സ് വൈ റേസ് ടു എക്സ് മൈനസ് 1, എക്സ് വൈ റേസ് ടു എക്സ് മൈനസ് 1, പിന്നെ ഒരു എക്സ് റേസ് ടു വൈ ലോഗ് എക്സ്, എക്സ് റേസ് ടു വൈ ലോഗ് എക്സ്. ഇവിടെ ലോഗ് വൈ ആണ്, ഇവിടെ ഇതിപ്പോൾ എക്സ് ആയി പോകും. ലോഗ് എക്സ് y റേസ് ടു എക്സ് ലോഗ് വൈ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ y റേസ് ടു എക്സ് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് y റേസ് ടു എക്സ് ലോഗ് വൈ എന്നാണ് ഇവിടെ വരിക. ഇവിടെയും ലോഗ് വൈ എന്നായി, ഇവിടെയും വൈ എന്നായി. അപ്പം ക്ലിയറായി. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഡി യു ബൈ ഡി എക്സിൻ്റെ വരെ ഇവിടെ എഴുതി, ഡി വി ബൈ ഡി എക്സിൻ്റെ വരെ ഇവിടെ എഴുതി, ഡി ഡബ്ല്യു ബൈ ഡി എക്സിൻ്റെ വരെ ഇവിടെ എഴുതി ഈക്വൽ 0 ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. സിംപ്ലിഫിക്കേഷൻ നടത്തുക, ബ്രേക്കറൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ അതിൽ ഡി വൈ ബൈ ഡി എക്സിലുള്ള ഒന്നിലധികം ടേം ഉണ്ടാവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിലുള്ള ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക, ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക. വേണമെങ്കിൽ മൈനസൊക്കെ പുറത്തെടുക്കുക. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സുകളും ആ സൈഡിലുള്ളത് എന്താണോ അത് ഹോൾ ഡിവൈഡ് ബൈ ഈ ഡിവൈഡ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതിൻ്റെ അടിയിൽ അങ്ങോട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വലിയൊരു ക്വസ്റ്റ്യനാണ്, കുറേ ടഫാണ്. പക്ഷേ ശ്രദ്ധിച്ചാൽ ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ മെത്തേഡ് അറിയെങ്കിൽ നമ്മൾ യു വി ഡബ്ല്യു എന്നെടുത്ത് എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അങ്ങനെ വരും. റൈറ്റ് ആൻസർ 0 എന്ന് വരും. അങ്ങനെയൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ വെക്കുക. പിന്നെ യു എടുക്കുക, യു എടുത്തിട്ട് ഡി യു ബൈ ഡി എക്സ് ഉണ്ടാക്കുക, വി എടുത്തിട്ട് ലോഗരിതം ഉപയോഗിച്ച് ഡി വി ബൈ ഡി എക്സ് ഉണ്ടാക്കുക, പിന്നെ ഡബ്ല്യു എടുക്കുക, ഡബ്ല്യു എടുത്ത് സിംപ്ലിഫൈ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഉണ്ടാക്കുക. അത് മൂന്നും സാധാരണ ലോഗരിതം ഡെറിവേറ്റീവിൻ്റെ ബേസിക് സ്റ്റെപ്പ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. 3 ഡെറിവേറ്റീവ് ഉണ്ടാക്കാം. പിന്നെ ഈ 3 ഡെറിവേറ്റീവ് കൂടി ഇവിടെ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ ഈക്വൽ 0 എന്ന് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്രാക്കറ്റ് മാറ്റുകയാണ്. എടുക്കുന്ന ബ്രാക്കറ്റ് മാറ്റുക. y റേസ് ടു എക്സ് എക്സ് ബൈ വൈ എന്നൊക്കെയുള്ള ബ്രാക്കറ്റ് മാറ്റി വേണമെങ്കിൽ ഇതിന് y റേസ് ടു എക്സ് മൈനസ് 1 എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ y റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ എന്ന് തന്നെ ഇവിടെ എഴുതിച്ചാൽ മതി. ഇങ്ങനെ ആക്കണമെന്നില്ല. പിന്നെ ഇവിടെ ബ്രാക്കറ്റ് മാറ്റി, ഇവിടെ ബ്രാക്കറ്റ് മാറ്റി, ഇവിടെ ബ്രാക്കറ്റ് മാറ്റി, അടുക്ക ബ്രാക്കറ്റ് മാറ്റി. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സുള്ള ഒരു ടേം ഓടാം, ഡി വൈ ബൈ ഡി എക്സുള്ള ഒരു ടേം ഓടാം. ഡി വൈ ബൈ ഡി എക്സുള്ള ഈ ടേമിനെ ഇവിടെ നിർത്തി ഈ എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്തേക്ക് എഴുതി ഈക്വൽ ടു. പിന്നെ ബാക്കിയുള്ള എല്ലാ ടേമിനും അങ്ങോട്ട് കൊണ്ടുപോയി. ഈ y റേസ് ടു എക്സ് ലോഗ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഒരു എക്സ് റേസ് ടു വൈ ബൈ എക്സ്, അതായത് എക്സ് റേസ് ടു വൈ മൈനസ് 1 വൈ എന്നാണ് ഇത് ശരി വരിക. ഇതിനങ്ങോട്ട് കൊണ്ടുപോയി എക്സ് റേസ് ടു എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി, ഈ എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ എല്ലാം മൈനസ് ആവുകൊണ്ട് വേണം മൈനസ് പുറത്തെടുത്ത് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്ത്. അപ്പോൾ y റേസ് ടു എക്സ് മൈനസ് 1 എക്സും പിന്നെ ഒരു എക്സ് റേസ് ടു വൈ ലോഗ് എക്സും ഇവിടെ ഉണ്ട്. അവിടെ മൈനസ് പുറത്തെടുത്താൽ ബാക്കിയൊക്കെ പ്ലസ് ആയി. പിന്നെ ഡി വൈ ബൈ ഡി എക്സുകളും ഇവിടെ ഉള്ളത് ഫുൾ അങ്ങനെ ചെയ്താൽ ഡിവൈഡ് ബൈ ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെയുള്ള y റേസ് ടു എക്സ് മൈനസ് 1 എക്സും പിന്നെ പ്ലസ് എക്സ് റേസ് ടു വൈ ലോഗ് എക്സും കൂടി ഇതിന് അടിയിൽ ചെയ്താൽ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പം 10 കുറേ പ്രാവശ്യം എഴുതി പഠിക്കണം. അപ്പം അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ലോഗരിതം ഡെറിവേറ്റീവിൻ്റെ ആ ഒരു സെക്ഷൻ ഇവിടെ ഈ പ്രോബ്ലത്തോടെ നമ്മൾ കഴിഞ്ഞ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇനി ഹയർ ഓർഡർ, ഇനി പാരാമെട്രിക് ഡെറിവേറ്റീവ്, പിന്നെ ഹയർ ഓർഡർ, പിന്നെ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം. ഈ 4 സംഗതികൾ ഇനി എടുക്കേണ്ടത് നമ്മൾ നന്നായി പഠിക്കുക, നന്നായി എഴുതി പഠിക്കുക. ഓക്കെ.